എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. നമ്മൾ സാധാരണ ഈ വീഡിയോയിൽ പങ്കുവെക്കാറുള്ളത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൊച്ചു കൊച്ചു വിഷയങ്ങളാണ്. കൊച്ചു വിഷയങ്ങളാണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു വാട്സപ്പ് കൂട്ടായ്മയെക്കുറിച്ചാണ്. ഞങ്ങളുടെ സ്വന്തം പൂനെയിലുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഗോൾഡൻ മെലോഡീസ് പൂനെ. ഗോൾഡൻ മെലോഡീസ് പൂനെ ഏപ്രിൽ 11-12 തീയതികളിൽ പൂനെയിൽ അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. പാട്ടുകളും നാടകവും അതുപോലെ തന്നെ തിരുവാതിരക്കളി, ഒപ്പനക്കളി, പലതരം സിനിമാറ്റിക് ഡാൻസ്, ഫ്യൂഷൻ സോങ്, കൈകൊട്ടിക്കളി തുടങ്ങി പല വ്യത്യസ്തമായ കലാപരിപാടികളോടെ ഇവിടെ 2 ദിവസങ്ങളിലായിട്ട് ഏപ്രിൽ 11-നും 12-നും 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിൽ മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമയിലും സീരിയലിലൊക്കെ നമുക്കൊരുപാട് ഇഷ്ടം തോന്നിയ, നമ്മെല്ലാം ആദരിക്കുന്ന അഞ്ജു അരവിന്ദ് എന്ന നടിയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് ഗ്രൂപ്പുകളും കുടുംബ സംഗമം നടത്തുന്ന പല സംഘടനകളുമുണ്ട്. അതുപോലെ പലതരത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകളും നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയെക്കുറിച്ച് ഞാനിവിടെ എടുത്തു പറയുന്നു എന്നത് നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്ന കാര്യമാവും. അതിനിപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകൾ ഒരുപാട് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. കുടുംബ സംഗമങ്ങൾ നടത്താറുണ്ട്. നമ്മൾ ഒന്നിച്ച് SSLC ഒന്നിച്ച് പഠിച്ചവരുടെ ബാച്ച്, അതിൻ്റെ കൂട്ടായ്മ, ഗ്രാജുവേഷന് പഠിച്ചവർ, പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരെ, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽക്ക് 4 വരെയുള്ള ആളുകളുടെ, ഇങ്ങനെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഇപ്പോൾ ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ എന്താണ് ഈ ഒരു ഗോൾഡൻ മെലോഡീസ് എന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം എന്നാണ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഗോൾഡൻ മെലോഡീസ് എന്ന ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ അതിൻ്റെ 10ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഏതൊരു ഗ്രൂപ്പും ഏതൊരു കൂട്ടായ്മയും തുടങ്ങാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അതേ രീതിയിൽ ആ ഒരു അച്ചടക്കത്തോടെ 10 വർഷങ്ങൾ മുഴുമിക്കുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. കാരണം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അതുപോലെയാണ്. ഈ സംഘടനയിൽ, ഈ ഒരു ഗ്രൂപ്പിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരുപാട് ആളുകളെ അവിടെ ചേർക്കാൻ നമ്മൾ റെഡിയല്ല. കാരണം അതിന് അർഹതയുള്ളവർ, അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർ, കലാകാരന്മാർ, സാഹിത്യവാസനയുള്ളവർ, പാട്ടിനെ അംഗീകരിക്കുന്നവർ, അതുപോലെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവർ, അത്തരം ആളുകളാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് സംഗീത് നമ്പ്യാർ എന്ന മനുഷ്യ സ്നേഹിയുടെ ഒരു നന്മമരത്തിൻ്റെ മനസ്സിൽ ഉടലിട്ട ചെറിയൊരു വിചാരം, ഒരു ചിന്ത, അതിൽ നിന്നാണ് ഈ ഒരു സംഘടന, ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടായത്. സംഗീത് നമ്പ്യാർ എന്ന
ആ വലിയ മനുഷ്യൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് പാടുമായിരുന്നു, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരാഗ്രഹിച്ച പോലെ അവർക്കങ്ങനെ അവസരങ്ങളൊന്നും കിട്ടിയില്ല. അവരിലെ പാട്ടുകാരി ഒരുപാട് അങ്ങനെ വിമ്മിഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. തീർച്ചയായും ഈ ഒരു കാഴ്ച സംഗീത് നമ്പ്യാർ പൂനെയിലേക്ക് വന്നപ്പോൾ ഇവിടെയും കാണാനിടയായി. പല കലാകാരന്മാരും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അവസരമില്ലാതെ, അവരെ ആരും കൈപിടിച്ച് ഉയർത്താനില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് അവർ കണ്ടത്. അങ്ങനെയുണ്ടായൊരു സാഹചര്യത്തിൽ ഈ സംഗീത് നമ്പ്യാർ ഉണ്ടാക്കിയൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഗോൾഡൻ മെലോഡീസ് പൂനെ. ഈ ഒരു കൂട്ടായ്മയിൽ ഏത് പ്രായത്തിലുള്ളവർക്കും സജീവമാവാം. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഭക്തിഗാനമാണ്. ഭക്തിഗാനം കഴിഞ്ഞാൽ പിന്നെ രാമായണം, മഹാഭാരതം, പാരായണം, അതിനുള്ള അവസരമാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു പാട്ട്, ആ ഒരു വ്യക്തിയുടെ പേരിലായിരിക്കും അത്. രാവിലെ ഭക്തിഗാനം, അതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഏതെങ്കിലും സിനിമാ പാട്ടോ കവിത എന്തായാലും ഒരു പാട്ട് പാടാം. അപ്പോൾ അതിനിടെ രാവിലെ ഈ അധ്യാത്മ രാമായണവും മഹാഭാരതമൊക്കെ പാരായണം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാടാൻ പറ്റും. 1 മണിക്ക് ഈ പ്രോഗ്രാം അന്ന് പേര് കൊടുത്തിട്ടുള്ള വ്യക്തി പാടുന്നത് വരെ നിങ്ങൾക്ക് പാടാം. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് പാടാനുള്ള അവസരം. പിന്നെ അവിടെ ഒരു പാട്ടിടും. 4 മണിക്ക് 5 മണി വരെ ആ പാട്ട് നിങ്ങൾക്ക് പാടാം. രാത്രി അതുപോലെ 9 മണിക്കൊരു പാട്ടിടും, അത് പാടാം. അങ്ങനെ പല ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ടുകൾ പാടുകയും നിങ്ങളുടെ കലാപരമായ കഴിവുകളൊക്കെ തെളിയിക്കാനൊക്കെ സാധിക്കുന്ന അവസരം. എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും അവിടെ ഇതുപോലെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റും. നമ്മൾ ഈ പാട്ട് എന്ന് പറഞ്ഞ മ്യൂസിക് ഈസ് എ ഹീലിംഗ് സബ്ജക്റ്റാണ് അല്ലേ. ഏതൊരു വേദനയും മനസ്സിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ വേദന മറക്കാൻ സംഗീതം ഒരു തെറാപ്പിയാണ്, ഹീലിംഗ് തെറാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ സംഗീതം. അപ്പോൾ ഈ സംഗീതത്തിൽ മുഴുകി, ഈ പ്രവർത്തനത്തിൽ മുഴുകിപ്പോയാൽ നമ്മൾ ദിവസം വീട്ടിൽ എങ്ങനെയാണ് നേരം പോകുന്നതെന്ന് അറിയില്ല. ഒരുപാട് വീട്ടമ്മമാർ പാടാനും ഡാൻസ് കളിക്കാനും തിരുവാതിര കളിക്കാനും ഒക്കെ കഴിവുള്ളവർ അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. അവർക്ക് രംഗത്തേക്ക് വിടാൻ പ്രയാസമാണെങ്കിലും അവർക്ക് അവിടെ ഇരുന്ന് പാടി അവരുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ ഗ്രൂപ്പിലൂടെ പറ്റും. പിന്നെ വർഷത്തിലൊരിക്കൽ ഇതുപോലെ വാർഷികം നടത്തുന്ന പോലെ തന്നെ വിഷു, ഓണമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ മെലോഡീസിൻ്റെ പ്രത്യേകത കലാപരമായ കഴിവുകൾ മാത്രമല്ല, ഇതൊരു ആതുര സേവ കൂടി നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുന്ന നമ്മുടെ മറുനാടൻ മലയാളികൾ പ്രശ്നം വന്നാൽ അതിലിടപെടുന്ന, അവർക്ക് വേണ്ട സഹായം എത്തിക്കുന്ന ആളുകൾ. അപ്പം ഇതിനുമുമ്പ് കേരളത്തിൽ കോവിഡ് വന്നപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടുകാർ വിഷമിച്ചു. അപ്പം മറുനാടൻ മലയാളികളുടെ വക ഇവിടെ നിന്ന് കേരളത്തിലേക്ക് ഒരുപാട് സഹായങ്ങൾ ഒഴുകി. അതിൽ വലിയൊരു പങ്ക് വഹിച്ച വാട്സപ്പ് കൂട്ടായ്മയാണ് ഗോൾഡൻ മെലോഡീസ് പൂനെ. അതുപോലെ ഇപ്പോൾ വയനാട്ടിലൊക്കെ പ്രളയം വന്നു. അതിനു മുമ്പും പ്രളയം കേരളത്തിൽ പല ഭാഗത്തും വന്നു, ആളുകൾ വിഷമിച്ചു. അപ്പോൾ പണമായിട്ടും പല വസ്തുക്കളായിട്ട്, വസ്ത്രമായിട്ടും ഭക്ഷണ സാധനമായിട്ടൊക്കെ പൂനെയിൽ നിന്ന് ഒരുപാട്, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ
ഒഴുകി കേരളത്തിലേക്ക് എത്തിച്ചേർന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനകളിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഗോൾഡൻ മെലഡീസ് പൂനെയായിരുന്നു. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക്, മനുഷ്യനെ മനസ്സിലാക്കുന്നവർക്ക്, മനുഷ്യത്വമുള്ളവർക്ക്, കലാപരമായ കഴിവുള്ളവർക്ക്, ആത്മാർത്ഥമായി ഇതിൻ്റെ അച്ചടക്കത്തോടെ ഇതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ ചേരാം. തീർച്ചയായും ഗോൾഡൻ മെലഡീസ് അഡ്മിൻ നിങ്ങളെ പൂർണ്ണമായിട്ടും വിലയിരുത്തിയ ശേഷം യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണെന്ന് മനസ്സിലായ ശേഷം മാത്രമേ അംഗത്വം കൊടുക്കുകയുള്ളൂ. ഒരുപാട് അംഗങ്ങളെ ചേർത്ത് വലിയൊരു ഗ്രൂപ്പാക്കാൻ ഒന്നും ഗോൾഡൻ മെലഡീസിന് താല്പര്യമില്ല. ഉള്ളവർ ആത്മാർത്ഥമായിട്ട്. അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സാധാരണ ഞാൻ ഈ പൂനെയിൽ തന്നെ കണ്ടിട്ടുണ്ട്. പല ഗ്രൂപ്പുകളും പല സംഘടനകളും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് സംഭാവന ചോദിച്ചിട്ട്. പക്ഷേ ഗോൾഡൻ മെലഡീസ് പൂനെ എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ അത് ട്രസ്റ്റ് കൂടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളടുത്ത് സഹായ അഭ്യർത്ഥനയായിട്ട് വരില്ല. ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മാത്രം പൈസ കൊണ്ട് അവരുടെ നിന്ന് മാത്രം ധനസഹായം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. പുറമേ നിന്നൊരിക്കലും ഒരു പ്രോഗ്രാമിനായാലും ഒരു സംഭാവനയായാലും ഒന്നും സ്വീകരിക്കാറില്ല. അങ്ങനെ വലിയ തത്വങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു വലിയ സംഘടന കൂടിയാണ് ഗോൾഡൻ മെലഡീസ് പൂനെ. ഇതിൻ്റെ ചീഫ് അഡ്മിൻ നേരത്തെ പറഞ്ഞ സംഗീത് നമ്പ്യാറാണ്. അതുപോലെ തന്നെ വിദേശത്ത് നമുക്കൊരു അഡ്മിനുണ്ട്. നമ്മുടെ പൂനെയിലും ഒരു അഡ്മിനുണ്ട്. പൂനെയിലെ അഡ്മിൻ കിഷോർ കുമാർ. അതുപോലെ ഗോപകുമാറാണ് വിദേശത്തിരുന്ന് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു വലിയൊരു കൂട്ടായ്മ, മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ. അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുകയാണ് ഏപ്രിൽ 11, 12 തീയതികളിൽ. അതിനെൻ്റെ എല്ലാ ഭാവുകങ്ങൾ നേരുന്നതോടൊപ്പം ആ കൂട്ടായ്മയിൽ ഒരു സജീവ അംഗമാണ് ഞാനെന്ന കാര്യം എന്നെ ഒരുപാട് അഭിമാനം കൊള്ളിക്കുന്നൊരു വിഷയം കൂടിയാണ്. എല്ലാവർക്കും ആശംസകൾ. ഞാൻ ഈ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. ഇനിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.